സംസ്ഥാനത്ത് ടൗൺ ഹാൾ ഇല്ലാത്ത ഏക നഗരം പാലക്കാടാണ്. അത്തരത്തിൽ വലിയൊരു വികസന വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയാണ് LDFന്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രചാരണം അടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും ഈ റോഡുകൾ അവസാനമായി TK നൗഷാദ് MLA പാലക്കാട് MLA ആയ സമയത്താണ്, ഇടതുപക്ഷത്തിൻ്റെ MLA ആയ സമയത്താണ് പാലക്കാട് നിരവധി ബൈപ്പാസുകൾ, ഈ കോഴിക്കോട് കോയമ്പത്തൂർ ബൈപ്പാസ്, അതേപോലെ തന്നെ യാക്കര മേൽപ്പാലം അടക്കമുള്ള ബൈപ്പാസുകളും അതേപോലെ തന്നെ പാലങ്ങൾ, റോഡുകളുടെ നവീകരണം എല്ലാം പൂർത്തീകരിച്ചത് ഇടതുപക്ഷത്തിൻ്റെ MLA ആയി TK നൗഷാദ് ഉള്ള സമയത്തായിരുന്നു. അതേപോലെ തന്നെ പാലക്കാടിനെ സംബന്ധിച്ച് പാലക്കാട് മെഡിക്കൽ കോളേജ് AK ബാലൻ മന്ത്രിയായിരുന്ന സമയത്താണ് പാലക്കാട് മെഡിക്കൽ കോളേജ് കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു നവീകരണ പ്രവർത്തനം നടത്താൻ വേണ്ടിയിട്ട് MLAയുടെ ഭാഗത്തു നിന്ന് യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല. ഈ സ്റ്റേഡിയം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. പാലക്കാട് സിന്തറ്റിക് ട്രാക്കുള്ള സ്റ്റേഡിയത്തിലടക്കം ആ സ്റ്റേഡിയത്തിലേക്ക് പോകാൻ നീന്തണം. ഞാനൊന്ന് പോയതാണ്, രാവിലെ മഴ കഴിഞ്ഞ് അതിലെ പോയപ്പോൾ നീന്തേണ്ടി വരുന്ന അവസ്ഥയാണ്. കാരണം അത് ഒരു തവണ പോയപ്പോൾ തന്നെ എനിക്ക് മതിയായി. അപ്പോൾ സ്ഥിരം പോകുന്ന ആളുകളുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കൂ. വേറെ ഒന്നും വേണ്ട, നമ്മുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സിവിൽ സ്റ്റേഷന് തൊട്ടരികിലുള്ള റോഡ് അത് നഗരസഭയുടെ അധീനതയിലുള്ള റോഡാണ്. ഫയർ സ്റ്റേഷൻ ഓഫീസ് അടക്കം നിൽക്കുന്ന റോഡാണ്. ഒന്നൊരു ഫയർഫോഴ്സിന്റെ വണ്ടിക്ക് ഒരു അത്യാവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഒരു 150 കട്ടർ ചാടാതെ പോകാൻ കഴിയും. അതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ചുമ്മാ പറയുന്നതല്ല, നിങ്ങളിലേക്ക് പല വാർത്തകളും ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു കംഫർട്ട് സ്റ്റേഷൻ ഇല്ല.